ഫിറോസ് വന്ന് ബുൾഡോസർ കൊണ്ടുവന്ന് ഈ വീട് ഇടിച്ച് തകർത്ത് പഴയതുപോലെ നിരത്ത് വന്നു. രേണു പറഞ്ഞ പച്ചക്കള്ളം ഞങ്ങൾ കൊല്ലംകാർ താമസിപ്പിക്കാൻ വേണ്ടിയാണ് ഇയാൾ വീടുണ്ടാക്കിയത്. ഇവിടെ വന്ന് ഇവിടെ താമസിച്ചു. തനിക്കാരെങ്കിലും ഞാനിവിടെ കൊണ്ട് വീടുണ്ടാക്കാൻ വേണ്ടി താമസിച്ചു. അല്ലെങ്കിൽ ഈ വേദനയുള്ള നാട്ടുകാർ ഇവിടെ വന്ന് താമസിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ ഇതൊന്നുമില്ല. സുധിയുടെ അപ്പനും അമ്മ ഇവിടെ താമസിക്കാമെന്ന് ഓർത്തെന്ന് ഇയാൾ. അങ്ങനെ ഓർത്താണ് ഈ പിള്ളേർക്ക് ഈ വീട് നാട്ടുകാർ പൈസ കൊടുത്തു. ഇങ്ങനെ സംസാരിച്ച ഈ ഫിറോസാണ് ഇന്നിരുന്നുകൊണ്ട് രേണു കള്ളം പറഞ്ഞു, രേണു പച്ചക്കള്ളം പറഞ്ഞു, ഞാൻ ചുമന്നതാ. ഞാനിപ്പോൾ പറയുമ്പോഴും ചിലപ്പോൾ ഒരു പക്ഷെ ചോദിക്കാം ഇവൻ എന്നാ കാര്യമെന്ന്. അത് എനിക്കിതാ നീ അവിടെ ഇരിക്കുന്ന മിണ്ടായിരുന്നു. എല്ലാ ലോകരും ഈ ഫിറോസും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. 5 വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞിന്റെ കാര്യം ഇവരാരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ആരവനെ സംരക്ഷിക്കും? അറിയാമോ? അവനെ ഞങ്ങൾ നാളെ പോകാം. ഈ കുഞ്ഞിനെ എവിടെ ഇട്ടിട്ട് പോകും? ഇങ്ങോട്ട് വരട്ടെ. ഈ ഫിറോസ് ഉൾപ്പെടെ വരട്ടെ, വന്നിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരിവിടെ താമസിപ്പിക്കുക. ഈ 5.5 വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും? ഫിറോസ് എന്ന പുള്ളി പറയുന്നത് ഇനി ഞാൻ ആർക്കും സഹായം ചെയ്യത്തില്ല, ഒരിക്കലും ഇങ്ങനത്തെ സഹായം ചെയ്യരുതേ എന്ന് എനിക്കൊരു അപേക്ഷ കൂടെ ഉള്ളൂ. ഒരു തന്തയോ ഒരു വീട്ടിലെ അത്താണി എന്ന് പറയുന്ന ഒരാളും മരിച്ചു പോയി കഴിയുമ്പോൾ അവരെ സഹായിക്കാനായിട്ട് വന്നിട്ട് ഒരു വെറും കള്ളനും കള്ളിയാക്കുന്ന ആ സ്വഭാവക്കാർ ഒരിക്കലും ആർക്കും ഇത് വെച്ച് കൊടുക്കരുത്. ദൈവമേ, ആരും ഞങ്ങളെപ്പോലെ ഇതുപോലൊരു അവസരത്തിൽ ചെന്ന് വരുത്തരുന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. കാരണം അതിന്റെ വേദന ഞങ്ങൾക്കറിയാം. ഈ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, ലിവിങ് ഏരിയ, അവിടെ നിന്ന് എന്തായാലും വെള്ളം ഇങ്ങോട്ട് അടിച്ചു കയറും. സംശയമുള്ളൊരു മഴക്കാലത്ത് വന്ന ഇവിടെ വന്ന് ഞാൻ കാണിച്ചത് രേണു സുധി പച്ചക്കള്ളം പറഞ്ഞു. ഞാൻ എന്തിനാണ് കള്ളം? എനിക്കിത് കള്ളം പറഞ്ഞിട്ട് ഒന്നും നേടാനാവില്ല. കട്ടി ഇവിടെ ഇരുന്നപ്പോൾ തന്നെ എന്താ വെച്ച് വെള്ളം എന്ന ചെറിയ മഴ പെയ്തപ്പോൾ അത് അനുഭവിച്ചതല്ലേ. ചെറിയ ഈ മുറിയിൽ ഈ സോഫയിൽ ഇരുന്ന് സംസാരിച്ചപ്പോഴല്ലേ വെള്ളം ദേഹത്തോട്ട് വീണ ആണോ? ഒരാണി നിങ്ങളുണ്ട് ഈ വീട്ടിൽ എവിടെ ഒരു കല്ലട തൂക്കാൻ ഒന്നും പറ്റത്തില്ല. ഒരു ആണി അടിക്കാൻ പറ്റത്തില്ല. എന്നെ ആണി അടിച്ചാൽ ഇത് താഴോട്ട് പോകുന്നു ഇദ്ദേഹത്തിന് അറിയാം. ആ പറഞ്ഞ വ്യക്തി ഈ ഫാൻ ഫിറ്റ് ചെയ്തിരുന്ന 1.5 ഇഞ്ചിന്റെ ആണി കൊണ്ടാണ് ഈ ഫാൻ ഇത്രയും പൊക്കത്ത് ഫിറ്റ് ചെയ്തിട്ട്. ഞാൻ ഇവിടെ ഇരുന്നപ്പോഴത്തേക്കും ഇത് ഒരു സൗണ്ട് കേട്ടു. ഞാൻ എന്തായാലും ഇങ്ങനെ പുറത്തോട്ട് എന്തോ വരുന്ന പോലെ തോന്നി. പെട്ടെന്ന് ഞാൻ തട്ടി കഴിഞ്ഞപ്പം ഫാനിന്റെ ഒരു സൈഡ് വന്ന് എൻ്റെ ഇവിടെ ഇടിച്ച്. ഇദ്ദേഹത്തിനോട് ആര് പറഞ്ഞു? ഞങ്ങൾ ചെന്ന് പറഞ്ഞു ഇയാളെ ഒന്ന് പണിയാനായിട്ട്. എന്നിട്ട് ഈ കണ്ട കാര്യം ചെയ്തു വെച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് കാണണം. നിങ്ങൾക്കൊന്നും അറിയത്തില്ല, നാട്ടുകാർ മലയാളികൾ നിങ്ങൾ വന്ന് കാണണം. ഇതെന്നാ കാണിച്ചു വെച്ചിട്ട് കുമ്മായം കൊണ്ട് തേച്ച് വെച്ച് പുറം മൊത്തം പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു കള്ളമല്ലേ പറയുന്നത്. ഇയാൾ പറഞ്ഞ കള്ളം രേണു നനഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അറിയാവോ ഇത് എവിടെ ചോരുന്നത് എന്താന്ന്?